എൻ്റെ കീർത്തി ആലപിക്കൂ എപ്പോഴും സതതം കീർത്തയന്തോ മാം. കലിയുഗത്തിലെ ഭഗവാന്റെ അവതാരം ശബ്ദമായി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ജയപതാക സ്റ്റോറിൽ നടന്ന നറുക്കെടുപ്പും സമ്മാന വിതരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഓരോ മണിക്കൂറിലും 10 പേർക്കാണ് സമ്മാനം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരുപാട് ആളുകളാണ് ഇന്നലെ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വന്നവരെ ആദ്യം ലൈൻ നിർത്തി അവർക്ക് ടോക്കൺ കൊടുത്തുകൊണ്ട് പിന്നെ നറുക്കെടുപ്പിൻ്റെ സമയത്ത് വരാൻ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഏകാദശി ദിവസം ഗുരുവായൂരപ്പനെ കാണാൻ വന്ന് സമ്മാനം കൂടി കിട്ടുമ്പോൾ ഓരോരുത്തരുടെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു. ഇത്രയധികം പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മാനങ്ങൾ കിട്ടുമ്പോൾ ഓരോരുത്തരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം അത് നമ്മളിലേക്ക് ഇങ്ങനെ പകരുന്നത് പോലെ തോന്നും. ഭഗവാൻ ഏതെല്ലാം രീതിയിലാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത്. പീലിക്കെട്ടും പുണ്യഗ്രന്ഥങ്ങളും ഭഗവാന്റെ ലോക്കറ്റുകളും ജപമാലയും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് പലർക്കായിട്ട് ലഭിച്ചിട്ടുള്ളത്. ജപമാല കയ്യിൽ കിട്ടി ആദ്യമായി ജപിക്കാൻ പോകുന്നവർക്ക് അത് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഒരു പ്രഭു ഭഗവത് കഥകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി സമയം അവിടെ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. അതുപോലെ എത്ര നേരം വേണമെങ്കിലും ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്നോളാം എന്നുള്ള മട്ടിലായിരുന്നു എല്ലാവരും. ജയപതാകയിൽ നിന്ന് ഭഗവത്ഗീത വാങ്ങി ഇന്നലെ ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ എനിക്കും എൻ്റെ ഒരു ബന്ധു സമ്മാനമായിട്ട് ഭഗവത്ഗീത തരികയും ഉണ്ടായി. എന്തായാലും നറുക്കെടുപ്പിൻ്റെയും സമ്മാനങ്ങളുടെയൊക്കെ കഥ പറയല്ലേ. രാത്രിയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാട്ടോ. ശിവേലി കാണാനായിട്ട് ഞങ്ങൾ 3 പേര് അമ്പലത്തിനകത്തേക്ക് കയറി. നല്ല തിരക്കായിരുന്നു, ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ സമയം നിന്നു. ലാസ്റ്റ് ഇരിക്കാനായിട്ടൊരു ഇടം തേടി ഉള്ളിലേക്ക് കയറി. പ്രസാദമൊക്കെ കൊടുക്കുന്നതിൻ്റെ ബാക്കിലായിട്ടുള്ള ആ സ്ഥലത്താണ് ഞങ്ങൾ ഇരുന്നത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ എന്നെ തോണ്ടിയിട്ട് ഒരു ബുക്ക് എൻ്റെ കയ്യിൽ തന്നു. ആരാണത് തന്നതെന്ന് എനിക്ക് നോക്കാൻ പറ്റിയില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെയും കുറേ പേര് എണീക്കുന്നതിൻ്റെയൊക്കെ തിരക്കായി പോയി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്നെ പുറകിൽ നിന്ന് തോണ്ടി എൻ്റെ മടിയിലേക്ക് ഈ പുസ്തകം ഇട്ട് തരികയായിരുന്നു. അങ്ങനെ വലിയൊരു സമ്മാനമാണ് എനിക്ക് ലഭിച്ചത്. പക്ഷെ തന്ന വ്യക്തിയെ ഞാൻ കണ്ടില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതുപോലെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. വൃന്ദാവന യാത്രയ്ക്കിടയിൽ ഓരോ കഥകളൊക്കെ ഭഗവത് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ പ്രഭു പറഞ്ഞു, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മതി ഭഗവാനിലേക്ക്, ഭഗവാൻ ഒരു 100 സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വെക്കുന്നു.
ഇവിടെ ഇതാ ഓരോ മണിക്കൂറിലും തിരക്കുകൾ കൂടിക്കൂടി വരികയാണ്. ആളുകൾക്ക് സമ്മാനം കിട്ടുന്നു, പിന്നീട് ലൈൻ നിൽക്കുന്നു, ആളുകൾ വന്നിട്ട് 10 പേർക്ക് ടോക്കൺ കൊടുക്കുന്നു, അവരെ പറഞ്ഞയക്കുന്നു, സമയത്ത് അവർ വീണ്ടും വരുന്നു. അങ്ങനെ 9 മണി വരെയാണ് നറുക്കെടുപ്പും സമ്മാന വിതരണവും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എത്രമാത്രം സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.